നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾക്ക് അമേരിക്ക ഇപ്പോഴും മൗനാനുവാദം നൽകുന്നുണ്ടെന്ന് തെളിവ്. ഗാസയിൽ ഉടനടി നിരുപാധികവും സ്ഥിരവുമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പൂർണ്ണ മാനുഷിക സഹായം തേടണമെന്നും ആവശ്യപ്പെട്ടുള്ള UN സുരക്ഷാ കൗൺസിൽ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുമെന്ന് വാദിച്ചാണ് അമേരിക്ക പ്രമേയം തള്ളിയതെന്നാണ് റിപ്പോർട്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വാചകവും US തടഞ്ഞു. ഹമാസും മറ്റ് ഗ്രൂപ്പുകളും തടവിലാക്കിയിരിക്കുന്ന എല്ലാ ബന്ധികളെയും ഉടൻ മാന്യമായും നിരുപാധികമായും മോചിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ഫലസ്തീൻ പ്രദേശത്തെ ദുരന്തതുല്യമായ സാഹചര്യം പരിഗണിച്ച് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. അതേസമയം കൗൺസിലിലെ മറ്റ് 14 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. പ്രമേയം ചുരുക്കം ചിലരുടെ ശബ്ദമായിരുന്നില്ല എന്നും മുഴുവൻ ലോകത്തിൻ്റെയും കൂട്ടായ ഇച്ഛാശക്തിയായിരുന്നുവെന്നും അൾജീരിയയുടെ പ്രതിനിധി പറഞ്ഞു. 15 സുരക്ഷാ കൗൺസിൽ അംഗങ്ങളിൽ 14 പേരും ഫലസ്തീൻ ജനത ഒറ്റയ്ക്കല്ല എന്ന സന്ദേശമാണ് നൽകിയതെന്നും പ്രതിനിധി പറഞ്ഞു. ഹമാസിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു വെടിനിർത്തൽ കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഈ പ്രമേയം ദുർബലപ്പെടുത്തും എന്നാണ് അമേരിക്കയുടെ വാദം. അതേസമയം ഗാസയിലെ 21 ലക്ഷം വരുന്ന പലസ്തീൻ ജനത വലിയൊരു ദുരന്തമുഖത്താണെന്നും അടിയന്തര വെടിനിർത്തൽ മാത്രമാണ് പരിഹാരമെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗാസയിൽ സ്ഥിര സമാധാനം ലക്ഷ്യമിട്ട് UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയമാണ് ഇസ്രയേലിന് വേണ്ടിയാണ് അമേരിക്ക വീറ്റോ ചെയ്തത്. ഹമാസിനെ തള്ളിപ്പറയാൻ പ്രമേയം തയ്യാറായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ വീറ്റോ. ഇസ്രയേലിൻ്റെ സുരക്ഷ UN രക്ഷാസമിതി പ്രമേയം മുഖവിലക്കെടുത്തില്ല എന്ന് ആക്ടിംഗ് US അംബാസിഡർ ഡൊറോത്തി ഷിയ പറഞ്ഞു. ഈ പ്രമേയം വെടിനിർത്തൽ നേടാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ തകർക്കുമെന്നും ഐക്യരാഷ്ട്രസഭ ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ US, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ ഇവരൊക്കെയാണ് അങ്ങനെ പ്രഖ്യാപിച്ചത് എന്നും അവർ ആയുധം താഴെ വയ്ക്കാനും ഗാസ വിടാനും ആവശ്യപ്പെടാത്ത ഒരു പ്രമേയത്തെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്നുമാണ് USൻ്റെ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധിയായ ഡൊറോത്തി ഷെയുടെ പ്രതികരണം. ഇതിനിടെ ഗാസയിലെ സഹായ വിതരണം സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിച്ചുവരുന്നു. UN റിപ്പോർട്ട് അനുസരിച്ച് 2 ദശലക്ഷത്തിലധികം ആളുകളാണ് ഗാസയിൽ പട്ടിണി കാരണം മരണഭീഷണി നേരിടേണ്ടി വരുന്നത്. ഇസ്രയേൽ ഭക്ഷണവും മറ്റ് സഹായങ്ങളും തടഞ്ഞതിനെ തുടർന്ന് 11 ആഴ്ചയായി ആ വിതരണം നിലച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെ ഗാസയിലെ സഹായ വിതരണം ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ഇസ്രയേലും USഉം പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് ഇത്. റഷ്യ, ചൈന, ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഗാസയിലെ അസഹ്യമായ ഈ അവസ്ഥ അവസാനിപ്പിക്കേണ്ടതാണ് എന്നതിനാൽ ബ്രിട്ടൻ പ്രമേയത്തിന് പിന്തുണ നൽകി. സ്ഥിരമായ വെടിനിർത്തൽ മാത്രമാണ് ദീർഘകാല പരിഹാരത്തിന് വഴി എന്നും ഇസ്രയേൽ സഹായ നിരോധനം അവസാനിപ്പിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയും മറ്റ് സംഘടനകളും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അനുമതി നൽകണമെന്നും ബ്രിട്ടൻ്റെ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധിയായ ബാർബറ വുഡ്വേർഡ് പറഞ്ഞു. ഹമാസിനെ അപലപിക്കാത്തതും ഹമാസ് നിരായുധീകരിച്ച് ഗാസ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെടാത്തതുമായ ഒരു നടപടിയെയും അമേരിക്ക പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരട് പ്രമേയത്തെ US പ്രതിനിധി ഡൊറോത്തി ഷിയ തള്ളുകയായിരുന്നു. ഗാസയിൽ നിന്നും സായുധ സംഘങ്ങൾ വിട്ടുപോകുകയും എല്ലാ തടവുകാരെയും വിട്ടയക്കുകയും മാനവിക സഹായത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്യണമെന്നാണ് പ്രമേയം ആവശ്യപ്പെട്ടത്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായി അപലപിക്കാത്ത ഒരു നടപടിയെയും പിന്തുണയ്ക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പ്രതിനിധി പറയുന്നത്. ഗാസയിലേക്ക് മാനുഷിക സഹായം പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും UNനും മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകർക്കും സുരക്ഷിതമായും തടസ്സമില്ലാതെയും സഹായം വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്നും നിലവിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഉടനടി പിൻവലിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രയേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. എന്നാൽ വെടിനിർത്തൽ ആവശ്യം തടവുകാരെ മോചിപ്പിക്കുന്നതുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നും അതിനാൽ അത് നടക്കില്ലെന്നും US പറയുന്നു. US ആക്ടിംഗ് അംബാസിഡർ ഡൊറോത്തി ഷിയായിരുന്നു അമേരിക്കയെ പ്രതിനിധീകരിച്ച് എത്തിയിരുന്നത്. ഗാസയിലെ സ്ഥിതിഗതികളെ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച പ്രമേയം ഗാസയിലേക്കുള്ള സഹായം അനുവദിക്കുന്നതിനായുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഉടനടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കരാറിനുള്ള ഹമാസിൻ്റെ ആവശ്യത്തെ അമേരിക്ക വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ കൗൺസിലിൻ്റെ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക ഇത് 5ാം തവണയാണ് തടയുന്നത്.
നവംബറിൽ ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും ഉടനടി നിരുപാധികമായി മോചിപ്പിക്കുന്നതുമായി വെടിനിർത്തലിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്നതിനാൽ പരാജയപ്പെട്ടുവെന്ന് വാദിച്ചുകൊണ്ട് ബൈഡൻ ഭരണകൂടം സമാനമായ ഒരു നിർദ്ദേശം വീറ്റോ ചെയ്തിരുന്നു. എന്നാൽ ഗാസയിലെ മാനുഷിക ദുരന്തം ഉയർത്തി അടുത്ത ആഴ്ച പൊതുസഭയ്ക്ക് മുമ്പാകെ പുതിയ പ്രമേയം കൊണ്ടുവരുമെന്ന് യുഎന്നിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ അറിയിച്ചു. സയണിസ്റ്റ് ക്രൂരതയ്ക്ക് എല്ലാ പരിരക്ഷയും നൽകുന്ന US നിലപാടാണ് വീറ്റോയിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. പ്രമേയം പരാജയപ്പെട്ടതിനെ സ്വാഗതം ചെയ്ത ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ ഭരണകൂടത്തിന് നന്ദി പറഞ്ഞു. ലോകം നിസ്സംഗമായി നോക്കി നിൽക്കെ ഗസയിൽ അറുകൊല തുടരുകയാണ് ഇസ്രയേൽ ഇപ്പോഴും. ഇന്നലെ മാത്രം 60-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂനുസിൽ പലസ്തീനികൾ അഭയം തേടിയ സ്കൂളിനു നേരെയുള്ള ആക്രമണത്തിൽ കുട്ടികളടക്കം 18 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. US സഹായത്തോടെ ഇസ്രയേൽ തുടങ്ങിയ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളും പ്രവർത്തനം നിർത്തിയിരിക്കുന്നു. പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യം തടയാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് UN ഏജൻസികൾ ആവശ്യപ്പെടുന്നു. ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ കൗൺസിൽ കരട് വെടിനിർത്തൽ പ്രമേയം US വീറ്റോ ചെയ്യുന്നത് 5ാം തവണ. ഹമാസ് തടവിലാക്കിയ എല്ലാ ബന്ദികളെയും ഉടനടി നിരുപാധികം വിട്ടയക്കണം എന്ന ആവശ്യം നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞ നവംബറിൽ സമാനമായ ഒരു പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. ഇതേസമയം ഇസ്രയേൽ US പിന്തുണയുള്ള സ്വകാര്യ കരാറുകൾ നടത്തുന്ന ഭക്ഷ്യവിതരണം ഗാസയിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഒരാഴ്ചക്കിടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണം തേടിയെത്തിയ 80 പലസ്തീൻകാരെയാണ് ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നത്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനുസിലെ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ബോംബിങ്ങിൽ കുട്ടികളടക്കം 10 പലസ്തീൻകാരും കൊല്ലപ്പെട്ടിരുന്നു. ഇതേസമയം 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 251 പേരെ പിടിച്ചുകൊണ്ടുപോയി. അതിൻ്റെ പ്രതികരണമായാണ് ഇസ്രയേൽ സൈനിക നടപടികൾ തുടങ്ങിയത്. അതിനുശേഷം ഗാസയിൽ 54,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 4,200-ലധികം പേർ 2025 മാർച്ച് 18-ന് ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയതിനു ശേഷമാണ് കൊല്ലപ്പെട്ടത്. മലയാളി വാർത്ത ഇൻസൈഡ്.